ദ വുമൺ ഹൂ ഹേറ്റഡ് ഹെർസെൽഫ്, തന്നെ സ്വയം വെറുത്ത സ്ത്രീ. സോറി. വൺസ് ദർ ലിവ്ഡ് എ യങ് വുമൺ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ ജീവിച്ചിരുന്നു. ഹു ഹാഡ് ബീൻ ബ്ലൈൻഡ് ഫോർ ആസ് ലോങ് ആസ് ഷീ കുഡ് റിമെമ്പർ. ഓർമ്മ വെച്ച കാലം മുതലേ അവൾ അന്ധയായിരുന്നു. അണാബിൾ ടു സീ ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ സൗന്ദര്യമൊന്നും അവർക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഷീ ഗ്രൂ ബിറ്റർ ആൻഡ് റെസൻഫുൾ, വളരെ പൊള്ളലുള്ള വേദനയുള്ള അനുഭവങ്ങളൊക്കെ ആയിട്ട് അവർ വളർന്നു. ഓഫൺ ഹെയ്റ്റിംഗ് ഹെർസെൽഫ് ആൻഡ് എവറിത്തിങ് അറൗണ്ട് ഹെർ, പലപ്പോഴും അവരെ തന്നെ വെറുക്കുകയും അവർക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും ഒക്കെ വെറുക്കുകയൊക്കെ ചെയ്തു. ഹെർ ബ്ലൈൻഡ്നെസ് മെയ്ഡ് ഹെർ ഫീൽ ട്രാപ്പ്ഡ്, അവളുടെ അന്ധത അവളെ വല്ലാതെ ഒരു ട്രാപ്പ്ഡ് ആയ അല്ലെങ്കിൽ ഒരു കുടുങ്ങിപ്പോയ മാതിരി, ലോക്കായ മാതിരിയൊക്കെ അവർക്ക് അനുഭവപ്പെട്ടു. ആൻഡ് ഷീ ലോങ്ഡ് ടു സീ ദ വേൾഡ് ലൈക്ക് എവറി വൺ എൽസ്, എല്ലാവരെയും പോലെ ഈ ലോകത്തെ കാണാൻ അവളും ആഗ്രഹിച്ചു. ഡിസ്പൈറ്റ് ഹെർ ഡെസ്പെയർ, അവളുടെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദർ വാസ് വൺ സോഴ്സ് ഓഫ് ലൈറ്റ് ഇൻ ഹെർ ലൈഫ്, അവളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചത്തിൻ്റെ ഒരു ഉറവിടമുണ്ടായിരുന്നു. ഹെർ ബോയ്ഫ്രണ്ട്, അവളുടെ ബോയ്ഫ്രണ്ട്. ഹീ ലവ്ഡ് ഹെർ അൺകണ്ടീഷണലി, നിരുപാധികമായി, യാതൊരു ഉപാധികളുമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ അവൻ അവളെ സ്നേഹിച്ചു. ആൻഡ് സ്റ്റുഡ് ബൈ ഹെർ സൈഡ് ത്രൂ എവ്രി ഡിഫിക്കൽറ്റി, എല്ലാ പ്രയാസങ്ങളിലും അവളോടൊപ്പം നിന്നു. ഹിസ് ഡിവോഷൻ ബ്രോഡ് ഹെർ കംഫോർട്ട്, അവൻ്റെ ആ ഒരു സമർപ്പണം, ആത്മാർത്ഥത അവൾക്ക് വല്ലാത്ത ആശ്വാസം നൽകി. ആൻഡ് ഹിസ് വേർഡ്സ് ഓഫൺ ഗേവ് ഹെർ ഹോപ്പ്, അവൻ്റെ വാക്കുകൾ പലപ്പോഴും അവൾക്ക് പ്രതീക്ഷ നൽകി. സംഡേ, ചില ദിവസങ്ങളിൽ, ഇഫ് ഐ കുഡ് സീ ദ വേൾഡ് ഷീ വുഡ് ടെൽ ഹിം ഐ വുഡ് മാരി യു. ചില ദിവസങ്ങളിൽ അവർ പറയും, എനിക്ക് ഈ ലോകം കാണാൻ സാധിക്കുമെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കും. ഹെർ ബോയ് ഫ്രണ്ട് സ്മൈൽഡ് എവറി ടൈം ഷീ സെഡ് ദോസ് വേർഡ്സ്, അവൾ ഈ ഒരു വർത്തമാനം പറഞ്ഞ സമയങ്ങളിലൊക്കെ അവളുടെ ആൺസുഹൃത്ത് പുഞ്ചിരിച്ചു. ഹോൾഡിംഗ് ഓൺ ടു ദ പ്രോമിസ് ദേ ഷെയർഡ്, അവർ പങ്കുവച്ച ആ ഒരു പ്രോമിസ് മുറുകെ പിടിച്ചുകൊണ്ട്. എ മിറാക്കിൾ ഗിഫ്റ്റ്, അങ്ങനെയാണ് ഒരു വലിയ ഒരു അത്ഭുത സമ്മാനം. വൺ ഡേ, ഒരു ദിവസം, എ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി കെയിം ഹെർ വേ, അവളുടെ വഴിയിൽ ജീവിതം മാറ്റുന്ന ഒരു അവസരം വന്നു. എ ജനറസ് ഡോണർ ഹാഡ് ഓഫേർഡ് ഹെർ എ പെയർ ഓഫ് ഐസ്, ഒരു ഉദാരമതിയായ ഒരു ദാതാവ് അവൾക്ക് 2 കണ്ണ് ദാനം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. ഗിവിങ് ഹെർ ദ ചാൻസ് ടു സീ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ്, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാനുള്ള ഒരവസരം അവൾക്ക് നൽകിക്കൊണ്ട്. ഫിൽഡ് വിത്ത് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഹോപ്പ്, അങ്ങേയറ്റത്തെ ആവേശം കൊണ്ടും പ്രതീക്ഷ കൊണ്ടുമൊക്കെ നിറഞ്ഞ് ഷീ അണ്ടർവെൻറ്റ് ദ സർജറി, അവൾ സർജറിക്ക് വിധേയയായി. വെൻ ദ ബാൻഡേജസ് വർ റിമൂവ്ഡ്, അങ്ങനെ അവളുടെ കണ്ണിൻ്റെ ബാൻഡേജുകളൊക്കെ മാറ്റപ്പെട്ടു. ദ വുമൺ ഓപ്പൺഡ് ഹെർ ഐസ് ടു എ വേൾഡ് ഓഫ് ലൈറ്റ്, കളേഴ്സ് ആൻഡ് ഷേപ്സ്, ആ സ്ത്രീ തൻ്റെ കണ്ണ് വെളിച്ചത്തിൻ്റെ, നിറങ്ങളുടെ, രൂപങ്ങളുടെയൊക്കെ ഒരു ലോകത്തേക്ക് തുറന്നു. ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ് ഫിൽഡ് ഹെർ ഹേർട്ട് വിത്ത് ജോയ്, ഈ ഭൂമിയുടെ, പ്രകൃതിയുടെ സൗന്ദര്യം അവളുടെ ഹൃദയം സന്തോഷത്താൽ നിറച്ചു. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്, ഷീ ഫെൽറ്റ് ട്രൂലി അലൈവ്, അവൾക്ക് ശരിക്കും ജീവിക്കുന്നത് പോലെ, അലൈവായതുപോലെ തോന്നി. എ ഷോക്കിംഗ് റിവിലേഷൻ, വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നൊരു വെളിപ്പെടുത്തൽ. ഹെർ ബോയ് ഫ്രണ്ട് വിസിറ്റഡ് ഹെർ സൂൺ ആഫ്റ്റർ ഹെർ സർജറി, അവളുടെ സർജറി കഴിഞ്ഞ ഉടനെ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ സന്ദർശിച്ചു. ഹിസ് ഹേർട്ട് ഫിൽഡ് വിത്ത് ആൻറ്റിസിപ്പേഷൻ, അവൻ്റെ ഹൃദയം ഒരുപാട്
പ്രതീക്ഷയോടുകൂടി നിറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവൾ പ്രതികരിക്കുക. ആൻറ്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കാണുന്നതിനെ പറയാം. നൗ ദാറ്റ് യു ക്യാൻ സീ ദ വേൾഡ്, ഇപ്പോൾ നിനക്ക് ലോകം കാണാമല്ലോ. ഹി ആസ്ക്ഡ് വിത്ത് എ ഹോപ്പ്ഫുൾ സ്മൈൽ, പ്രതീക്ഷാപൂർവ്വമുള്ള ഒരു പുഞ്ചിരിയോടുകൂടി അവൻ ചോദിച്ചു, വിൽ യു മാരി മീ, നീ ഇനി എന്നെ കല്യാണം കഴിക്കുമോ? ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ഷീ ലുക്ക്ഡ് അറ്റ് ഹിം, അവൾ അവനെ നോക്കി. ടു ഹെർ ഷോക്ക്, അവളെ സംബന്ധിച്ചോളം വല്ലാത്തൊരു ഷോക്ക്. ഷീ റിയലൈസ്ഡ് ഹി വാസ് ബ്ലൈൻഡ്, അവൾ തിരിച്ചറിഞ്ഞു അവൻ അന്ധനായിരുന്നെന്ന്. ഹിസ് അൺസീയിങ് ഐസ് മെയ്ഡ് ഹെർ പോസ്, കണ്ണ് കാണാത്ത അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, കാഴ്ചയില്ലാത്ത അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവളെ ഒരു നിമിഷം ചിന്തിപ്പിച്ചു. ആൻഡ് ഷീ ഹെസിറ്റേറ്റഡ്, അവൾക്ക് ഒരു മടുപ്പ് തോന്നി, അല്ലെങ്കിൽ ഒരു വിമുഖത തോന്നി. ഷീ തോട്ട് ഓഫ് സ്പെൻഡിങ് ഹെർ ലൈഫ് വിത്ത് സംവൺ ഹൂ കുഡ് നോട്ട് സീ ഫിൽഡ് ഹെർ വിത്ത് ഡൗട്ട്. ഷീ തോട്ട് ഓഫ്, അവൾ ചിന്തിച്ചു, സ്പെൻഡിങ് ഹെർ ലൈഫ്, അവളുടെ ലൈഫ് ചെലവഴിക്കുന്നതായി ബന്ധപ്പെട്ട്, വിത്ത് സംവൺ ഹൂ കുഡ് നോട്ട് സീ ഫിൽഡ് ഹെർ വിത്ത് ഡൗട്ട്, കാണാൻ പറ്റാത്ത ഒരാളോട് കൂടി ഞാൻ എങ്ങനെ ജീവിക്കുക എന്നവൾ ചിന്തിച്ചു. ഐ ആം സോറി, അവൾ പറഞ്ഞു, ക്ഷമിക്കണം. ഷീ സെഡ് ഫൈനലി, അവസാനം അവൾ പറഞ്ഞു, ഹെർ വോയിസ് ട്രംബ്ലിങ്, അവളുടെ ശബ്ദം അങ്ങനെ ഇടറുന്നുണ്ട്. ഐ കനോട്ട് മാരി യു, ക്ഷമിക്കണം, നിങ്ങളെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല, കാരണം നിങ്ങൾ ബ്ലൈൻഡാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഹെർ ബോയ് ഫ്രണ്ട് സ്മൈൽ ഫെയ്ഡഡ്, അവളുടെ ആ ആൺസുഹൃത്തിൻ്റെ ചിരി മെല്ലെ മാഞ്ഞുപോയി. റീപ്ലേസ്ഡ് ബൈ ഹേർട്ട് ബ്രേക്ക്, അതിന് പകരം ഹൃദയം പൊട്ടാൻ തുടങ്ങി. വിത്തൗട്ട് അനദർ വേർഡ്, ഒരു വാക്ക് പോലും സംസാരിക്കാതെ, ഹീ ലെഫ്റ്റ് ക്വയറ്റ്ലി, ശാന്തമായി അദ്ദേഹം അവിടുന്ന് വിട്ടുപോയി. ഹിസ് ഹേർട്ട് ഷാറ്റേഡ്, ഹൃദയം തകർന്ന് തരിപ്പണമായി. ഇനി ഫൈനൽ നോട്ട്, അവസാനത്തെ ഒരു ഭാഗം, ഒരു എഴുത്ത്. ഡേയ്സ് ലേറ്റർ, ദിവസങ്ങൾ കടന്നുപോയി. ദ വുമൺ റിസീവ്ഡ് എ ലെറ്റർ, ആ പെൺകുട്ടിക്ക് ഒരു കത്ത് ലഭിച്ചു. ഇറ്റ് വാസ് ഫ്രം ഹെർ ബോയ് ഫ്രണ്ട്, അത് തൻ്റെ കൂട്ടുകാരിൽ നിന്നായിരുന്നു. ഹു ഹാഡ് വാക്ക്ഡ് ഔട്ട് ഓഫ് ഹെർ ലൈഫ് ഫോർ എവർ, അവൾക്ക് വേണ്ടി എന്നും ജീവിതം മാറ്റിവെച്ച ഒരു സുഹൃത്ത്. ഇൻ ദ നോട്ട്, ആ നോട്ടിലുണ്ട്, ഹി റോട്ട്, അദ്ദേഹം എഴുതി, ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് മൈ ഐസ് ഡിയർ, പ്രിയപ്പെട്ടവളെ, എൻ്റെ കണ്ണിനെ നന്നായിട്ട് ശ്രദ്ധിക്കണമേ, എൻ്റെ കണ്ണാണ് നിനക്ക് ഞാൻ ദാനം ചെയ്തത്. ദ വേർഡ്സ് സ്ട്രക്ക് ഹെർ ലൈക്ക് ലൈറ്റ്നിങ്, ആ വാക്കുകൾ ഇടിമിന്നൽ പോലെ അവളെ അടിച്ചു. ഷീ റിയലൈസ്ഡ് ദ ട്രൂത്ത്, അവൾ ആ സത്യം തിരിച്ചറിഞ്ഞു. ദ ഐസ് ദാറ്റ് ഹാഡ് ഗിവൺ ഹെർ ദ ഗിഫ്റ്റ് ഓഫ് സൈറ്റ് വെർ ഹിസ്, അവൾക്ക് കാഴ്ച നൽകിയ ആ കണ്ണുകൾ ആ ബോയ് ഫ്രണ്ടിൻ്റേതായിരുന്നു. ഹി ഹാഡ് ഗിവൺ അപ്പ് ഹിസ് വിഷൻ സോ ഷീ കുഡ് സീ ദ വേൾഡ് ഷീ ഹാഡ് ലോങ്ഡ് ഫോർ, അവൾ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു ലോകം അവൾക്ക് കാണാൻ വേണ്ടിയാണ് ആ ബോയ് ഫ്രണ്ട് അവൻ്റെ കണ്ണ് നഷ്ടപ്പെടുത്തിയത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഓവർവെൽംഡ് വിത്ത് ഗിൽറ്റ് ആൻഡ് റിഗ്രറ്റ്, അങ്ങേയറ്റത്തെ കുറ്റബോധം കൊണ്ടും പാപഭാരം കൊണ്ടും മനസ്സ് നിറഞ്ഞ്. ദ വുമൺ വെപ്റ്റ് ഫോർ ദ ലവ് ഷീ ഹാഡ് ലോസ്റ്റ്, അവൾക്ക് നഷ്ടപ്പെട്ട ഒരു സ്നേഹം ആലോചിച്ച് അവൾ ഒരുപാട് കരഞ്ഞ്. ആൻഡ് ദ സാക്രിഫൈസ് ഷീ ഹാഡ് ഫെയിൽഡ് ടു അപ്രിഷിയേറ്റ്, അവൾ അംഗീകരിക്കാൻ മറന്നുപോയ ആ ഒരു ത്യാഗത്തെ ഓർത്തും അവൾ എന്ത് ചെയ്തു, ഒരുപാട് കരഞ്ഞു. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്, പക്ഷെ ഒരുപാട് വൈകിപ്പോയിരുന്നു. ദ മാൻ ഹൂ ഹാഡ് ലവ്ഡ് ഹെർ സെൽഫ്ലെസ്ലി വാസ് ഗോൺ, അവളെ സ്നേഹിച്ച ആ മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങോ യാത്രയായിരുന്നു. ലീവിങ് ഹെർ ടു ഗ്രാപ്പിൾ വിത്ത് ദ വെയ്റ്റ് ഓഫ് ഹെർ ചോയ്സസ് ആൻഡ് ദ ഡെപ്ത് ഓഫ് ഹിസ് ലവ്, അവളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഭാരം അനുഭവിക്കാനും അതേപോലെ തന്നെ അവൻ്റെ സ്നേഹത്തിൻ്റെ ആയം മനസ്സിലാക്കാനൊക്കെ വിട്ടേച്ചുകൊണ്ട് അവൻ യാത്രയായി. ഇതാണ് സ്റ്റോറി. ഓക്കെ.